ഹലോ, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് മിഠായിയാണ്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും, അടിപൊളി ഒരു മിഠായിയാണിത്. ഈസി ആയിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം. കാണാൻ ഭംഗിയുള്ളതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ കുറച്ച് ക്യാരറ്റ് മതി. പിന്നെ നമ്മളെ സാധാരണ പോലെയുള്ള തേങ്ങ, പഞ്ചസാര ഇത്രയും മതി. ക്യാരറ്റ്, തേങ്ങ, പഞ്ചസാര ഇത്രയും മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ക്യാരറ്റ് മിഠായി ഉണ്ടാക്കിയെടുക്കാം. വളരെ ഈസിയാണ്. ഇതിലേക്ക് ഞാൻ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. നമ്മൾ സാധാരണ ഗ്രേറ്റർ ഇല്ല എങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്താൽ മതി. നമ്മൾ വളരെ ചെറുതായിട്ട് അരിയണം. അതിലേറെ കുറച്ചുകൂടി ഈസി ആയിട്ടുള്ളത് ഗ്രേറ്റ് ചെയ്യാനാണ്. ഇത് 2 കപ്പാണ് കേട്ടോ ഉള്ളത്. അതുപോലെ തന്നെ തേങ്ങ ചിരവിയതും 2 കപ്പ്. ഇപ്പം ഞാൻ ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് 2 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്. അതിലേക്ക് നമ്മൾ 2 കപ്പ് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം. അളവുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അളവ് കറക്റ്റായിട്ടില്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് കട്ട് ചെയ്യാനൊന്നും പറ്റാതെ വരും. ഞാൻ തേങ്ങ ചിരവി ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്, അതുകൊണ്ടാണ് ഇത് വീഴാൻ ഇത്തിരി ബുദ്ധിമുട്ട്. 2 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, 2 കപ്പ് തേങ്ങ ചിരവിയത്. ഇതിലേക്ക് നമ്മൾ 1 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. പഞ്ചസാര ഇനി 1 കപ്പിൽ കൂടുതലായാലും കുഴപ്പമില്ല, പക്ഷേ കുറഞ്ഞു പോകരുത്. കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്കിത് സെറ്റ് ആവാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ കട്ട് ചെയ്യാനും പറ്റാതെ വരും. അതൊന്ന് സെറ്റായിട്ടില്ലെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇതിലേക്ക് നമ്മൾ ഒരു 2 ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ ഇല്ല, ഒരു ടീസ്പൂൺ ആയാലും കുഴപ്പമില്ല. 1.5 ടീസ്പൂണൊക്കെയാണ് ഇപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ആ പഞ്ചസാര ഒന്നങ്ങ് അലിയാനുള്ളൊരു വെള്ളം അത്രയും മതി. മാത്രമല്ല ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെന്നൊക്കെ കുറച്ച് വെള്ളം ഇറങ്ങി വരും, തേങ്ങയിൽ നിന്നും വെള്ളം ഇറങ്ങി വരും. അപ്പോൾ അതുകൊണ്ട് വെള്ളം കൂടിപ്പോകാതെ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഒരു 1.5 ടീസ്പൂൺ, ശരിക്കും ടേബിൾ സ്പൂൺ നോക്കുമ്പോൾ 1 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഒഴിച്ചിട്ടുണ്ടാവും. നിങ്ങൾ കണ്ടു ഇപ്പോൾ എത്രത്തോളം ഒഴിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ആ വെള്ളത്തിൽ കിടന്ന് ഈ പഞ്ചസാര ഉരുകുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല വെള്ളം ഇങ്ങനെ ഇറങ്ങി വരും. ഇനി നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ ഈ ഇളക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ വെള്ളം കാണാൻ പറ്റും. ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്കത് വറ്റിച്ചെടുക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടായി മാറും. ഇവിടെ ഇപ്പോൾ നമ്മൾ ആവശ്യം പഞ്ചസാര ഒന്ന് ഉരുകണം. പിന്നെ ഈ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഒന്ന് വേവും വേണം. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് പെട്ടെന്ന് തന്നെ വേവും. ഇതിങ്ങനെ കാണുമ്പോൾ ഒരുപാടുള്ളത് പോലെ തോന്നും. നമ്മൾ കുറച്ച് സമയം ഇളക്കി വെന്ത് വരുമ്പോൾ ഇതിൻ്റെ പകുതിയായിട്ട് ചുരുങ്ങും, ഒരുപാടൊന്നും ഉണ്ടാവില്ല. അളവുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 2 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, 2 കപ്പ് തേങ്ങ ചിരവിയത്, അതിലേക്ക് 1 കപ്പ് പഞ്ചസാര. അപ്പോൾ ഈ ഇളക്കുമ്പോൾ ഇതിൻ്റെ താഴെ ഭാഗത്ത് കാണുന്നുണ്ടോ വെള്ളം? അങ്ങനെ വെള്ളം ഒരുപാട് ഇങ്ങനെ ഇറങ്ങി വരും. നമ്മളാകെ ഏകദേശം 1 ടേബിൾ സ്പൂൺ വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ. അത് തന്നെ വേണമെന്നില്ല. പാലുണ്ടെങ്കിൽ പാലൊഴിക്കുക കേട്ടോ. പാല് അതുപോലെ തന്നെ വെള്ളത്തിന് പകരം പാലൊഴിക്കുക. ഞാനിപ്പോൾ വെള്ളമാണ് ഒഴിച്ചത്. നന്നായിട്ട് ഇളക്കിയെടുക്കുക. നമുക്കിനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഈ വെള്ളം ഒന്ന് വറ്റിയതിന് ശേഷം കുറച്ച് നെയ്യ്, ഏകദേശം 1 ടേബിൾ സ്പൂൺ നെയ്യ്. നിർബന്ധമൊന്നുമില്ല അത്. ഇനി ഈ ഇപ്പം നമ്മൾ ചേർത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഉണ്ടായാൽ മാത്രം തന്നെ മിഠായി നന്നായിട്ട് പെർഫെക്റ്റായിട്ട് വരും. 2-3 ദിവസമൊക്കെ ഒരാഴ്ച വരെയൊക്കെ സൂക്ഷിച്ചാലും ചീത്തയാവാത്തൊരു സംഭവമാണിത്. കാരണം ഈ പഞ്ചസാരയിൽ ഇതിങ്ങനെ കടന്നിട്ട് ഈ പഞ്ചസാര ഇതിലേക്ക് ഇങ്ങോട്ട് പിടിക്കും, ക്യാരറ്റിലേക്ക് അതുപോലെ തേങ്ങയിലേക്കൊക്കെ. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്നൊന്നും കേടുവരില്ല. നിർത്താതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. എന്നിട്ട് നന്നായിട്ട് വേവും വേണം. ഈ വെള്ളം നന്നായിട്ടൊന്ന് വറ്റും വേണം. വെള്ളം എന്ന് പറഞ്ഞാൽ അത് പഞ്ചസാര ഉരുകിയതിൻ്റെയാണ്. ഇപ്പം ഞാൻ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യ് 1 ടീസ്പൂൺ ധാരാളമാണ്. നെയ്യ് വേണമെന്നൊരു നിർബന്ധവും. ഇനിയിപ്പോൾ നെയ്യൊക്കെ പ്രശ്നമുള്ളവർക്ക്, ഫാറ്റ് പ്രശ്നം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നെയ്യ് ഒഴിവാക്കുക. നെയ്യ് ഒഴിവാക്കിയെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നെയ്യ് ഉണ്ടാകുമ്പോൾ നെയ്യിൻ്റെ ഒരു സ്മെല്ലുണ്ടാവും. അതൊരു ടേസ്റ്റാണ്, അത്രേ ഉള്ളൂ. കുഴപ്പമൊന്നുമില്ല. ഇട്ടിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, നിർബന്ധമില്ല. നന്നായിട്ട് വെള്ളം വറ്റി വരുന്നത് എപ്പോഴാണോ അതാണ് ഇതിൻ്റെ ഒരു കണക്ക്. അപ്പോൾ ആ വെള്ളം വറ്റി വരുന്ന സമയം കൊണ്ട് തന്നെ ഈ ക്യാരറ്റ് വേവും ചെയ്യും. ക്യാരറ്റ് പെട്ടെന്ന് വേവുന്നൊരു സംഭവമാണ്. മാത്രമല്ല നമ്മൾ ചെറുതായിട്ടാണ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് കട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി പെർഫെക്ഷൻ കിട്ടാൻ ഏറ്റവും നല്ലത് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്യണതാണ്, കുഞ്ഞായിട്ട് കട്ട് ചെയ്യണതാണ്. പക്ഷേ ഒരുപാട് സമയം എടുക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഗ്രേറ്റ് ചെയ്തെടുത്തു. ഗ്രേറ്റ് ചെയ്യുമ്പോൾ 2-3 മിനിറ്റ് കൊണ്ട് തന്നെ പരിപാടി കഴിയും. നെയ്യ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നെയ്യ് എല്ലായിടത്തും ഒന്ന് എത്തണം. നെയ്യിൻ്റെ ആ ഒരു ടേസ്റ്റും കൂടി ഇതിലേക്കൊന്ന് പിടിക്കണം.
പഞ്ചസാരയും അതുപോലെ ക്യാരറ്റും ചേരുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ്. ഇപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയിലേക്ക് ഒരു 3 ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കുകയാണ് ഞാൻ. കാരണം ഏലക്കായ പൊടി കയ്യിലുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ആ ഏലക്കായ പൊടിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പഞ്ചസാര ഇട്ടത്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ആയാലും കുഴപ്പമില്ല. ഞാൻ എൻ്റെ മിക്സിയുടെ ജാറിൽ പൊടിയാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടു. ഏലക്കായുടെ പൊടി വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അതല്ല ഏലക്ക മാത്രമായിട്ട് കുറച്ച് അധികം ഏലക്കായ ഇട്ടിട്ട് മിക്സിയിൽ പൊടിച്ചതുണ്ടെങ്കിൽ അതായാലും കുഴപ്പമില്ല. ഞാൻ പൊടിയാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ഇട്ടു, അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തു. ഇനി ഏലക്കായ ഇടണം നിർബന്ധമൊന്നുമില്ല, വേണമെന്നുണ്ടെങ്കിൽ ഏലക്കായ ഒഴിവാക്കിയിട്ട് ലാസ്റ്റ് ഒരു 2 തുള്ളി വനില എസൻസ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വനില എസൻസ് ചിലപ്പോൾ എല്ലാവരുടെ കയ്യിലും ഉണ്ടായിക്കൊള്ളണം എന്നില്ല, അത് ഇപ്പോൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെയാണല്ലോ അത് ഉണ്ടാവുക. അപ്പോൾ വനില എസൻസ് ഇല്ല എങ്കിൽ എന്ത് ചെയ്യുക, ഏലക്ക ചേർത്ത് കൊടുക്കുക. ഇനി രണ്ടും വേണ്ട വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. വെള്ളം നന്നായി വറ്റി വരുമ്പോൾ വെന്തോന്ന് ഉറപ്പിക്കുക. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഞാനൊരു ബേക്കിംഗ് ട്രേയിൽ കുറച്ച് നെയ്യ് തടവി വെച്ചതായിരുന്നു, അതാണ് ഞാനിപ്പോൾ കാണിച്ചത്. ഇനി അതിലേക്ക് ഇത് മാറ്റണം. നന്നായിട്ട് ചൂടാറുന്നതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ ബേക്കിംഗ് ട്രേ തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും സ്റ്റീലിൻ്റെ പാത്രമോ എന്തായാലും കുഴപ്പമില്ല, നമുക്ക് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. പഞ്ചസാരയുടെ അളവ് പ്രത്യേകം ശ്രദ്ധിക്കുക, ഒട്ടും കുറഞ്ഞു പോകരുത്. കൂടിപ്പോയാലും കുഴപ്പമില്ല, മധുരം കുറച്ച് കൂടുന്നേ ഉള്ളൂ. പക്ഷെ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്കത് കട്ട് ചെയ്യാനൊന്നും പറ്റില്ല, സ്പൂൺ കൊണ്ട് കോരി തിന്നാനേ പറ്റുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇത് നമ്മൾ ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഇതിങ്ങനെ ലിക്വിഡ് ഫോമിലൊന്നും അല്ലല്ലോ ഉള്ളത്. അപ്പോൾ നന്നായിട്ടൊരു ചട്ടകം എന്തെങ്കിലും വെച്ചിട്ട് അമർത്തി കൊടുക്കുക. സ്പാച്ചുല എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മതി. ഞാനിപ്പോൾ നമ്മൾ ദോശയൊക്കെ ചൂടുന്ന ചട്ടകം കൊണ്ടാണ്. നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കുക, എന്നാലേ നമുക്കത് വൃത്തിയായിട്ട് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ഷേപ്പ് ഉണ്ടാവില്ല ശരിക്കും അമർത്തി കൊടുത്തിട്ടില്ലെങ്കിൽ. ചട്ടകോ അല്ലെങ്കിൽ വേറെ തവി എന്തായാലും കുഴപ്പമില്ല, നന്നായിട്ട് അമർത്തി ഒരു ഷേപ്പാക്കി എടുക്കണം. എന്നിട്ട് നമ്മളൊരു 3 മണിക്കൂർ ഇതിങ്ങനെ വെക്കണം കേട്ടോ. കാരണം നമ്മൾ ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് ഉടനെ തന്നെ എടുക്കാൻ പാടില്ല. 3 മണിക്കൂർ നേരം മിനിമം വെച്ചാൽ മാത്രമേ നമുക്കിതാ ഇതുപോലെ, ഇപ്പോൾ ഞാൻ കട്ട് ചെയ്യണം നിങ്ങൾ കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ കിട്ടുള്ളൂ. ഇപ്പോൾ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ആകുമ്പോൾ ചിലപ്പോൾ ചില ക്യാരറ്റ് പീസസൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ഇപ്പോൾ കണ്ടോ പൊടിഞ്ഞു പോരും, അത് പ്രശ്നമാക്കണ്ട. നേരെ മറിച്ച് നമ്മൾ അരിയാണെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം വരില്ല. ഇതിപ്പോൾ ഇങ്ങനെ നീണ്ട് വാല് പോലെ ആയിട്ട് കിടക്കണോണ്ടാണ് ആ പ്രശ്നം വരുന്നത്. ഞാനിപ്പോൾ കട്ട് ചെയ്തപ്പോൾ എല്ലാം കറക്റ്റ് ഒരേ സൈസിലൊന്നും അല്ല വന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ അത് കറക്റ്റൊക്കെ ഒരേ സൈസിലൊക്കെ ആക്കാൻ നോക്കുക. അതുപോലെ കട്ട് ചെയ്യണതും ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. 3 മണിക്കൂറാണ് ഞാൻ വെച്ചത്, പെട്ടെന്ന് തന്നെ ഫോട്ടോ എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട്. 3-4 മണിക്കൂറൊക്കെ വെക്കാം. ഇപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കുറച്ച് ഹാർഡായിട്ടുണ്ട് ഇത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ട്രേയിലേക്ക് മാറ്റുമ്പോൾ തന്നെ ഇങ്ങനെ ലൈൻ ഇട്ട് കൊടുക്കാം കത്തി കൊണ്ട്, നമ്മൾ മൈസൂർ പാക്കൊക്കെ ചെയ്യണ പോലെ. ഞാനിപ്പോൾ അങ്ങനെ ചെയ്തില്ല, അതുകൊണ്ട് കുറച്ച് ഹാർഡായിപ്പോയി. ഇപ്പോൾ ഇതാ കണ്ടോ, നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. ഞാൻ ഉണ്ടാക്കിയിട്ട് തന്നെ പെട്ടെന്ന് തീർന്നുപോയി. എല്ലാവർക്കും ഇഷ്ടമാവും. ക്യാരറ്റ് എന്ന് പറഞ്ഞാൽ പൊതുവേ ഹെൽത്തിയാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ പഞ്ചസാര ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ, വേറെ മോശം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിലില്ല. എല്ലാവരും വീട്ടിലുണ്ടാവണം തന്നെയാണ്. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്